Welcome everyone. So welcome to Shadow Broadcasting, Free Path IAS program. So last class we discussed about fractions, alle. We are going to continue with fractions. Okay, so fractions how to compare two fractions. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Comparison of two fractions. Comparison means ഏതാണ് വലുത് ഏതാണ് ചെറുത്. Okay, that's called comparison. So ഞാൻ ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് എഴുതി 4/7 and 5/9. ഇതിൽ ഏതാണ് വലുത് എന്നറിയണം. അതിൽ ഏറ്റവും ഈസി മെത്തേഡാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഈസി മെത്തേഡ് എന്ത് ചെയ്യുക, ഞാൻ ഈ രണ്ട് ഫ്രാക്ഷൻസ് എഴുതി. ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. എന്ത് ചെയ്യാൻ പോകുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഡിനോമിനേറ്ററിനെ കൊണ്ട് മറ്റേ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 4നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ 5നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 9s are 36, 7 9s are 35 അല്ലേ? സോ എനിക്കിപ്പോൾ ഏത് സൈഡിലാണ് ഏറ്റവും വലിയ നമ്പർ കിട്ടിയത്? എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എനിക്ക് വലിയ നമ്പർ കിട്ടിയത് അല്ലേ? now ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഫ്രാക്ഷൻ ഏതാ? 4/7. സോ ഐ ക്യാൻ സേ ദാറ്റ് 4/7 ഈസ് ഗ്രേറ്റർ. ആരാണ് വലുത്? 4/7 ഈസ് ഗ്രേറ്റർ ദാൻ 5/9. ഇതാണ് ഈസി മെത്തേഡ്. വി കോൾ ഇറ്റ് as ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഇവിടെ ഉള്ള എക്സാമ്പിൾ തന്നെ എടുക്കാം. 7/9 ആൻഡ് 8/6. 7/9, 8/6. എഗെയിൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ ഇവിടുത്തെ 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, 9നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ യു വിൽ ബി ഗെറ്റിംഗ് 7 × 6 കിട്ടും, ഇവിടെ 9 × 8 കിട്ടും. 7 × 6 എത്രയാണ്? 42. 9 × 8 72. എനിക്ക് ഏത് സൈഡിലാണ് വിഗർ കിട്ടിയത്? റൈറ്റ് സൈഡിലാണ് എനിക്ക് വലുത് കിട്ടിയത് അല്ലേ? ദാറ്റ് മീൻസ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫ്രാക്ഷൻ ആയിരിക്കും ഗ്രേറ്റർ. സോ ഐ ക്യാൻ സേ ദാറ്റ് 8/6 ഈസ് ഗ്രേറ്റർ ദാൻ 7/9. ഈസി അല്ലേ ഇത്? ഈ മെത്തേഡ് അല്ലേ ഈസി? ഇനി വേറെ മെത്തേഡ് പഠിക്കണോ? വേറെ മെത്തേഡ് പഠിക്കണമെന്നൊന്നുമില്ല, ബട്ട് നമുക്ക് വേറെ മെത്തേഡ് ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. മെത്തേഡ് നമ്പർ 2. മെത്തേഡ് നമ്പർ 2ൽ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഏതൊക്കെയായിരുന്നു ഫ്രാക്ഷൻ? 7/9ഉം 8/6. രണ്ട് ഫ്രാക്ഷൻ്റെയും ന്യൂമറേറ്ററിൽ ഞാൻ 10 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 10. 7നെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 70/9 കിട്ടും. 8നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് 80/6. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. സാധാ ഡിവിഷൻ ചെയ്യുക. സാധാ ഡിവിഷൻ ചെയ്യുമ്പം എനിക്ക് ഞാൻ 70നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എനിക്ക് 9 6 63, പിന്നെ 7 വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു 0 ഇടും. 0 ഇടുമ്പോൾ ഡെസിമൽ മുകളിൽ ഇടണമെന്നറിയാം അല്ലേ? 0 താഴെ എക്സ്ട്രാ കൊണ്ടുവരുമ്പോൾ നമ്മൾ കോഷ്യനിൽ 1 ഇടണം, ഒരു ഡെസിമൽ ഇടുക. ഇനി എനിക്ക് വീണ്ടും അറിയാം, 6 അല്ല 7. വീണ്ടും ഞാൻ 7 എടുക്കുന്നു, 63 അല്ലേ? പിന്നെ ഇത് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇതിനെ 7.7 എന്ന് എഴുതാം അല്ലേ? 7.7. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? 80നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 80, 80/6. 6 1s are 6, 10 വന്നു. വീണ്ടും 6 1s are 6, 4 വന്നു. ഞാൻ ഒരു 0 കൊണ്ടുവന്നു. 0 കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം? മുകളിൽ നമ്മൾ ഡെസിമൽ ഇടണം. 6 6 are 36 എന്ന് വരും. മതി, നമുക്ക് ഇത്രയും ചെയ്താൽ മതി. സോ ഇവിടെ എത്ര കിട്ടി? 11.6 എന്ന് കിട്ടി. നോക്കിയേ, ആരാണ് വലുത്? ഇതല്ലേ, ഈ സൈഡല്ലേ വലുത്? അതായത് 80/6 അല്ലെങ്കിൽ 8/6. ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഇവിടെ ഡിവിഷനൊക്കെ ചെയ്യണം. എന്തിനാണ് വെറുതെ ഡിവിഷൻ ചെയ്ത് നമ്മൾ സമയം കളയുന്നത് അല്ലേ? പക്ഷേ നമ്മൾ മെത്തേഡൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 3 4 രീതിയിൽ ചെയ്യാം. അതിൽ ഈ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ മെത്തേഡ് ഇത്. ഇനി നമുക്ക് ഒരു മെത്തേഡും കൂടെ ഉണ്ട്. LCM എടുത്ത് ചെയ്യാം. LCM ഒക്കെ നമുക്ക് വേറൊരു ചാപ്റ്ററിൽ, വേറൊരു സെഷനിൽ നമുക്ക് ലെങ്തി ആയിട്ട് പഠിക്കാനുണ്ട്. LCM HCF ഒക്കെ ആ സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ അത് പറഞ്ഞ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. സോ we can say that 8/6 is greater than 7/9. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ദിസ് ഈസ് നത്തിങ് ബട്ട് കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻ. നമ്മൾ എന്ത് പറയും? കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയും. ഇനി എന്താണ്? യെസ്, ഇക്വിവാലൻ്റ് ആക്കുന്നു. ഇക്വിവാലൻ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ യെസ്, ദിസ് ഈസ് നത്തിങ് ബട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആക്ച്വലി LCM എടുക്കുകയാണ്. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നു? LCM എടുക്കുന്നു. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത
കൺസെപ്റ്റിലേക്ക് പോകാം. ദാറ്റ് ഈസ് കോൾഡ് ഡെസിമൽ. അതിനെ നമ്മൾ എന്ത് പറയും? വി വിൽ കോൾ ദം ആസ് ഡെസിമൽ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അല്ലേ? യെസ്, ഡെസിമൽ എക്സ്പാൻഷൻ. ഡെസിമൽ ആക്ച്വലി 2 ക്ലാസിഫിക്കേഷനാണുള്ളത്. അതായത് ഒരു ഡെസിമലിനെ എനിക്ക് ടെർമിനേറ്റിംഗ് എന്ന് വിളിക്കാം. ടെർമിനേറ്റിംഗ് അത് നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ്, ദെൻ നോൺ ടെർമിനേറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് വരും, അതൊക്കെ നമുക്ക് വരാം. ഞാൻ എന്താണ് ടെർമിനേറ്റിംഗ് എന്ന് നോക്കാം. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താകും? 0 ആകും. അതായത് ഡിവിഷൻ കംപ്ലീറ്റ് ആയി, ഡിവിഷൻ കഴിഞ്ഞു, ഇനി എനിക്ക് ഫർദർ ഒന്നും ഡിവൈഡ് ചെയ്യാനില്ല. ഓക്കെ, എനിക്ക് ആ നമ്പറിനെ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എനിക്ക് ആ നമ്പറിനെ ഫർദർ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എന്ത്? ടെർമിനേറ്റിംഗ് ഡെസിമൽ. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവിഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഡിവിഷൻ തീർന്നു, അവിടെ ഡിവിഷൻ തീർന്നു. സോ റിമൈൻഡർ നമുക്ക് 0 ആണ് ഈ കേസിൽ. റിമൈൻഡർ ഈ കേസിൽ എന്താണ്? 0. ദാറ്റ് ഈസ് കോൾഡ് നത്തിങ് ബട്ട് എന്ത്? ടെർമിനേറ്റിംഗ് ഡെസിമൽ. എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യുന്നു? 4 ഡിവൈഡഡ് ബൈ 2, എനിക്ക് 2 കിട്ടിയാലേ റിമൈൻഡർ 0 ആയിപ്പോയി. അടുത്തത് 5 ഡിവൈഡഡ് ബൈ 2, 2.5, റിമൈൻഡർ 0 അല്ലേ. അടുത്തത് 3 ഡിവൈഡഡ് ബൈ 10, 0.3, എനിക്ക് ഡിവിഷൻ ഈ മുമ്പോട്ട് പോയില്ല, കഴിഞ്ഞു, ഡിവിഷനൊക്കെ അവിടെ തീർന്നു. അതാണ് എന്ത്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ. അടുത്ത എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ. എന്താണ് നോൺ ടെർമിനേറ്റിംഗ്? തീരത്തേയില്ല, ഡിവിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, ഡിവിഷൻ ഒരു എൻഡ് പോയിന്റ് ഇല്ല. അതാണ് എന്ത്? നോൺ ടെർമിനേറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗിൽ തന്നെ 2 എണ്ണം. റിപ്പീറ്റിംഗ്, അല്ലെങ്കിൽ മറ്റൊരു വാക്കുണ്ട്, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേർഡ്, ദാറ്റ് ഈസ് കോൾഡ് റെക്കറിംഗ്. റെക്കറിംഗ് ഡെസിമൽ. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത്. റിപ്പീറ്റിംഗ് എന്ന് കാണില്ല അധികം. റെക്കറിംഗ്. രണ്ടാമത്തത് നോൺ റിപ്പീറ്റിംഗ്, അല്ലെങ്കിൽ വി വിൽ കോൾ ദം ആസ് നോൺ റെക്കറിംഗ്. അതിനെ എന്ത് വിളിക്കും? നോൺ റെക്കറിംഗ്. റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ്. ഓക്കെ, സോ റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ നോൺ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന ഡെസിമൽസ് ആണ് നത്തിങ് ബട്ട് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസിൽ വരുന്നത്. നമുക്ക് റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡെസിമൽ എന്ത് ചെയ്യും? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ 1.333333 ഇങ്ങനെ പോവാണ്. നോക്കി, ഡെസിമലിന് ശേഷം വരുന്ന 3 എന്ന് പറയുന്ന നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ 1.66666 ഇങ്ങനെ പോവാണ് അല്ലേ. ഇവരെന്താണ് ആക്ച്വലി? ദിസ് ഈസ് നത്തിങ് ബട്ട് നോൺ റെക്കറിംഗ്, ദിസ് ഈസ് റെക്കറിംഗ്, നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഡെസിമൽ എന്ന് പറയും. നമ്മളിതിനെ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. സോ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഡെസിമൽ. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. നമുക്കിതിനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതിയാൽ ഞാൻ എന്ത് ചെയ്യുന്നു? 10/3 എന്ന് എഴുതുന്നു. 10/3 അല്ലേ, 10/3. അല്ലെങ്കിൽ 10/6. ഇത് 10/6 ആണ്, ഇത് 10/3 ആണ്. എനിക്ക് 40/6 എഴുതാം. 40/6 എടുത്താൽ എനിക്ക് 6.666666 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. 100/6 എടുക്കാം, എനിക്ക് 16.66666 എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതാണ് എന്ത്? നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. നമ്പർ എന്ത് ചെയ്യും? ഇങ്ങനെ റെക്കർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അടുത്തതാണ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ്. 1.01010001 then 0111. ഇത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല? പാറ്റേൺ ഒന്നും തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതാണ് എന്ത്? നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ്. ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് റിപ്പീറ്റും ചെയ്യുന്നില്ല, ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു സെറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇനി അടുത്ത എനിക്ക് വേണമെങ്കിൽ 1.12345676531 എവിടെയെങ്കിലും നിങ്ങൾക്ക് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാനുണ്ടോ? ഇല്ല. ഒരിടത്ത് പോലും നിങ്ങൾക്ക് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റത്തില്ല. അതിനർത്ഥം എന്താണ്? അത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽസ് ആണ്. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽസ്. ഓക്കെ, സോ ഡെസിമൽസ് ടെർമിനേറ്റിംഗ് ഉണ്ട്, വേറെ റിമൈൻഡർ 0. നോൺ ടെർമിനേറ്റിംഗിൽ റിമൈൻഡർ 0 അല്ല,
നോൺ ടെർമിനേറ്റിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, റെക്കറിങ് ആൻഡ് നോൺ റെക്കറിങ്, അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ്. റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ, എന്ത് ചെയ്യും, ഡെസിമൽ പോയിന്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. എന്നാണ് ഡെസിമൽ കഴിയുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ സെറ്റ് റിപ്പീറ്റ് ചെയ്യും. നമ്പറിൻ്റെ സെറ്റ് നമുക്ക് നോക്കിയാലോ, ഇപ്പോൾ ഞാൻ എഴുതുന്നു 1.34343434. നോക്കിയേ, ഇവിടെ 3434 എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഈ റെക്കറിങ്ങിന് ഇങ്ങനെ എപ്പോഴും ഇത്രയും ലെങ്തി എഴുതണമെന്നില്ല. ഞാൻ 1.34 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ 34 എഴുതിയിട്ട് മുകളിൽ ഒരു ബാർ കൊടുത്താൽ മതി. ആ ബാറിൻ്റെ അർത്ഥം ആ ഒരു സെറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ആ ബാറിൻ്റെ അർത്ഥം. മുമ്പ് എഴുതിയത് 1.33 അല്ലേ, അതിന് 1.3 ബാർ കൊടുക്കാം. 1.66 എഴുതിയില്ലേ, 1.6 ബാർ എന്ന് കൊടുക്കാം. എന്ത് ചെയ്യുന്നു, ആ ബാറുള്ള സെറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് എന്ത്, റെക്കറിങ് ഡെസിമൽസ്. ഓക്കെ, റെക്കറിങ് അല്ലെങ്കിൽ എന്ത്, റിപ്പീറ്റിംഗ് ഡെസിമൽസ്. ഈ റെപ്രസെൻറ്റേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, ഞാൻ നമുക്ക് അടുത്തതിലേക്ക് പോകാം. യെസ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എടുക്കുന്നു. ഓക്കെ, ഫ്രാക്ഷൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഫ്രാക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുള്ളൂ, റെക്കറിങ് ആയിട്ടുള്ള ഡെസിമലും നോൺ ടെർമിനേറ്റിംഗ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഒരു ഫ്രാക്ഷൻ എപ്പോഴും റെക്കറിങ് ഡെസിമൽ ആകാം അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആകാം. നോൺ റെക്കറിങ് ഓക്കെ ഒരിക്കലും, ഇപ്പം നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഫ്രാക്ഷൻ അല്ല. ഒരിക്കലും ഒരു ഫ്രാക്ഷൻ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ആകത്തില്ല. അത് ഓർത്ത് വെക്കുക. ഫ്രാക്ഷൻ ആകണമെങ്കിൽ ഒന്നുകിൽ അത് ടെർമിനേറ്റിംഗ് ഫ്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷേ അത് റെക്കറിങ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 10/3 ഒരു ഫ്രാക്ഷൻ ആണ്. 10/3 നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടുകയുള്ളൂ? യെസ്, എന്തേ കിട്ടുകയുള്ളൂ? 1.333333. എന്താണത്? അതൊരു നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ഡെസിമൽ ആണ്. സോ ഡെസിമലിൽ തന്നെ ഫ്രാക്ഷൻ, ഏതൊക്കെ ഡെസിമലിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് വിളിക്കാം? ടെർമിനേറ്റിംഗ് ഡെസിമലിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് വിളിക്കാം, നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഡെസിമലിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് വിളിക്കാം. പക്ഷേ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽ ഫ്രാക്ഷൻ ആണോ? അല്ല. അവരെന്തല്ല? അവർ ഫ്രാക്ഷൻ അല്ല. അവരെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ പഠിക്കും. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് എന്തല്ല? ഫ്രാക്ഷൻ അല്ല. ഓക്കെ, നൗ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എടുക്കുന്നു. പ്രോപ്പർ ഫ്രാക്ഷൻ, ലെറ്റ്സ് ടേക്ക് 7/8. ഞാൻ ഈ പ്രോപ്പർ ഫ്രാക്ഷൻ്റെ കൂടെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ സെയിം നമ്പർ ആഡ് ചെയ്തു. ഓക്കെ, 7/8 എടുത്തു. ഇതിന് ന്യൂമറേറ്ററിൽ ഞാൻ എന്ത് ചെയ്തു, 2 ആഡ് ചെയ്തു, ഡിനോമിനേറ്ററിലും 2 ആഡ് ചെയ്തു. സെയിം നമ്പറാണ് ആഡ് ചെയ്തത്, സെയിം നമ്പർ ആഡ് ചെയ്യാവും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ 9 കിട്ടും, 10 കിട്ടും. ഓക്കെ, ഇനി ഈ 7/8 9/10 കൂടെ ഒന്ന് കമ്പയർ ചെയ്താലോ? 7/8 കമ്പയർ ചെയ്യുമ്പം, സോ യു വിൽ ബി ഗെറ്റിംഗ്, നമുക്ക് കമ്പാരിസൺ 7/8 9/10 കമ്പയർ ചെയ്യാം. 10 × 7 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, 9 × 8. 10 × 7 70, 9 × 8 72. അതിനർത്ഥം എന്താണ്? 9/10 ഈസ് ഗ്രേറ്റർ. ഓക്കെ, സോ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്ററിൽ സെയിം നമ്പർ ആഡ് ചെയ്താൽ പുതിയതായിട്ട് കിട്ടുന്ന ഫ്രാക്ഷൻ ആദ്യത്തെ ഫ്രാക്ഷനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. സോ ന്യൂ ഫ്രാക്ഷൻ എന്തായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഒറിജിനൽ ഫ്രാക്ഷൻ. ഓക്കെ, ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ്റെ കേസിലാണ് കേട്ടോ. പ്രോപ്പർ ഫ്രാക്ഷൻ്റെ കേസിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ സെയിം നമ്പർ വെച്ച് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പുതിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒറിജിനൽ ഫ്രാക്ഷനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഈ ചെയ്തേക്കുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്. സോ വി വിൽ ഡു മോർ അബൌട്ട് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് ആൻഡ് ന്യൂമറിക്കൽസ് based on that in the next session. Thank you all.